എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവന്തിക അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ജലജയും നയനയും കൂടി സംസാരിക്കുമ്പം അത് കേട്ടുകൊണ്ട് അവന്തിക അങ്ങോട്ട് വരുവാണ്. അന്നേരം അവന്തിക ചോദിക്കുന്നുണ്ട്, എന്ത് ചീപ്പായിട്ട്, എന്ത് മോശം ഭാഷയിലാണ് അമ്മ ഇവരോടൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ അമ്മയും ആങ്ങളെയും ഒക്കെ സംസാരിക്കുന്നത് ഈ രീതി തന്നെയാണ്, ഇനി ഒരിക്കലും ഇവരെ നന്നാക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ദേവയാനി അഭിയുടെ അടുത്തോട്ട് വരുമ്പം അഭി ഏതോ ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഫോണിൽ ചാറ്റ് ചെയ്യാനായിരിക്കും. അന്നേരം അത് കണ്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ ഇവിടെ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പം നിനക്ക് എന്തെങ്കിലും പണി തന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നീ ഇനിയും ഇതുപോലുള്ള പെൺകുട്ടികളെ വിളിക്കും, പരിചയപ്പെടും, ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കും, അതുകൊണ്ട് അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് AN ജ്വല്ലറി ഉടമയായ അഭിയുടെ അച്ഛൻ്റെ അടുത്ത് നവ്യ ചെല്ലുന്നതാണ്. അവർക്ക് വേണ്ടിയാണല്ലോ ഇനി മോഡലിംഗ് ചെയ്യാൻ പോകുന്നത് നവ്യ. അപ്പോൾ കരാറിലൊക്കെ ഒപ്പിടണ്ടേ, അതിന് വേണ്ടിയാണ് ചെന്നത്. അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണല്ലോ AN ജ്വല്ലറി, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ മോഡലിങ്ങിന് ചെയ്യാമെന്ന് സമ്മതിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ കുടുംബസ്നേഹം ഇല്ലാത്തവളൊന്നും അല്ല, വീട്ടിലെ കുറേ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കാരണമാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിന് ശേഷം നവ്യ പോയതിന് ശേഷം അവന്തികയെ വിളിക്കുന്നുണ്ട് നാഗേന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ നമ്മുടെ തുറുപ്പ് ചീട്ടാണ്, ഒരിക്കലും അവളെ വിട്ടുകളയരുത്, അവൾ മിടിക്കുകയാണ് എന്നൊക്കെ. ഏതായാലും ഈ കരാറിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നയന ഇത്തിരി ദേഷ്യത്തിൽ പറയുന്നുണ്ട്, കണ്ടല്ലോ നമ്മളുടെ ശത്രുക്കൾക്ക് വേണ്ടി മോഡലിംഗ് ചെയ്യാമെന്ന് എഴുതി കൊടുത്ത് കരാറിൽ ഒപ്പിട്ടിട്ട് വന്നിരിക്കുന്ന വരവായത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതിന് നല്ല ഒന്നാന്തരം മറുപടി നവ്യയുടെ വായിൽ നിന്ന് കിട്ടി കാണും. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രമോ.